ഓം അഗ്നേന ശുഭതാരായ അസ്മാൻ വിശ്വാനി ദേവഭയനാനി വിദ്വാൻ. തൊഴുതോളൂ. എന്തു പറ്റി ചേട്ടാ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ പ്രേമിച്ചിട്ട് നീ എന്നോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നോ? ആരാടാ ഇവൻ? നീ മഹാലക്ഷ്മിയെ പ്രേമിക്കുന്നുണ്ടല്ലേടാ? അത് വിട്ടേക്ക്. ഞാൻ മഹാലക്ഷ്മിയെ പ്രേമിക്കുന്നോ? നീ അവളുടെ കൂടെ ചുറ്റുന്നതും ഹഗ്ഗിങ്ങും കിസ്സിങ്ങും പിന്നെ നിന്റെ കളറിങ്ങും എല്ലാത്തിനെ പറ്റിയും എനിക്ക് നന്നായിട്ട് അറിയാവടാ മോനെ. ഇതുവരെ എനിക്ക് മഹാലക്ഷ്മിയുടെ മേത്ത് ഒരു ആഗ്രഹവും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ മഹാലക്ഷ്മിയുടെ മേത്ത് സത്യം ചെയ്ത് പറയുവാണ്, ഈ സെക്കൻഡ് തൊട്ട് ആ മഹാലക്ഷ്മിയെ ഞാനാ പ്രേമിക്കുന്നത്. മഹാലക്ഷ്മി എന്റേതാ, മഹാലക്ഷ്മി എനിക്കുള്ളതാ. വേണ്ടരുത്. കൊന്നുകളയും ഞാൻ. എന്തിനാ വെറുതെ ഇവനെ അടിക്കുന്നേ? ഇവൻ കാളിമുത്തുവിന്റെ മകനല്ല, എന്റെ മഹാലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണ്. മഹാലക്ഷ്മി നിനക്ക് ഇഷ്ടമല്ലെന്നല്ലേ നീ ഞങ്ങളോട് പറഞ്ഞത്? പിന്നെ നീ എന്തിനാ ഉത്സവ സ്ഥലത്ത് വെച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അത് നീ ആലോചിച്ച് പറഞ്ഞതാണോ അതോ ഒരു ആവേശത്തിന് പറഞ്ഞതാണോ? എടാ, ഞാൻ ആലോചിച്ച് തന്നെയാ പറഞ്ഞേ. മഹാലക്ഷ്മി എന്ന് വെച്ചാൽ എന്റെ ജീവനാടാ. എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടവാ. വലിയ വീട്ടിൽ ജനിച്ചാലും വലിയ മനസ്സുള്ള പെണ്ണാ. ആരും ഇല്ലാത്ത അനാഥയായ എന്നെ അവള് പ്രേമിച്ചതാടാ. അങ്ങനെയുള്ള ഒരു പെങ്കൊച്ചിനെ എങ്ങനെയാടാ പ്രേമിക്കാണ്ടിരിക്കുന്നത്? കേട്ടത് അവളുടെ അമ്മാവൻ അവളെ സിദ്ധാർത്ഥന് കെട്ടിച്ചു കൊടുക്കാൻ പോകണമെന്നാണല്ലോ. എടാ, അത് നടക്കില്ലടാ. അത് നടക്കത്തില്ല. പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന രാക്ഷസനെ പോലത്തെ അവന് സീതാദേവിയെ പോലെ ഇരിക്കുന്ന മഹാലക്ഷ്മിക്ക് എങ്ങനെ നടക്കും? അവനെ കുറിച്ച് എല്ലാം അറിഞ്ഞിരുന്നു അവളുടെ അമ്മാവൻ എങ്ങനെയാടാ ഈ തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മഹാലക്ഷ്മിയുടെ മനസ്സറിയാണ്ട് തീരുമാനിച്ചേക്കോടാ അയാള്. ആ കല്യാണം നടക്കില്ല. മഹാലക്ഷ്മിനെ ഞാനേ കല്യാണം കഴിക്കുള്ളൂ. അപ്പൊ ഗീതയുടെ അവസ്ഥ എന്താ? ഗീത, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, എനിക്കും തന്നെ ഇഷ്ടപ്പെട്ടതാ. പക്ഷേ നീ എന്ത് ചെയ്താലും എനിക്ക് എന്നെ ചെയ്യുന്നെന്നാ ഞാൻ വിചാരിച്ചേ. ആ സ്വപ്നം കൊണ്ട് തന്നെയാ ഞാൻ ജീവിക്കുന്നതും. പക്ഷെ നീ ആഗ്രഹിക്കുന്ന പോലെ എന്ത് ചെയ്യണോ ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഇതെല്ലാം വെറുതെ അല്ലേ അമ്മായി? അമ്മായി ഒന്ന് പറയൂ. നമ്മള് കണ്ടതും കേട്ടതും എല്ലാം ഒരു കള്ളമല്ലേ അമ്മായി? എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ശരിക്കറിയാതെ അമ്മാവൻ അവിടെ പറഞ്ഞതെല്ലാം കള്ളമല്ലേ അമ്മായി? എനിക്ക് ഏതാണ് ചേരുക, ഏതാണ് ഇഷ്ടമെന്ന് ഒരു കാര്യത്തിന് എന്നെ 100 പ്രാവശ്യം ചിന്തിക്കുന്നുണ്ട് അമ്മാവൻ. എന്നെ നശിപ്പിക്കണമെന്ന് മാത്രം വിചാരിക്കുന്ന ആ രാക്ഷസ വീട്ടിലേക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നതെല്ലാം കള്ളമാണെന്ന് എന്നോടൊന്ന് പറയൂ അമ്മായി. പ്ലീസ് അമ്മായി പറയൂ. പറയമ്മായി, പറയൂ പ്ലീസ്, പ്ലീസ് പറയൂ. നിനക്കന്ന് 6 വയസ്സായിരുന്നു. ഒരു ദിവസം പനി പിടിച്ച് രാത്രിയിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അടുത്തൊന്നും ആശുപത്രി ഇല്ലായിരുന്നു. സിറ്റിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഞങ്ങൾ ആകെ പരിഭ്രമിച്ചു പോയി. നിന്റെ അമ്മാവൻ ആകെ വിഷമത്തിലായി. അന്നു മുഴുവൻ നിന്റെ അമ്മാവൻ നിന്നെ നെഞ്ചിൽ കിടത്തിയാ ഉറക്കിയത്. ഈ
ഒരവസ്ഥ ഇനി ഉണ്ടാവരുതെന്ന് കരുതി അമ്മാവൻ ഇവിടെ ഒരു ആശുപത്രി തന്നെ പണി കഴിപ്പിച്ചു. നീ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് നീ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ? അതിനാദ്യം നിനക്കത് ചോദിക്കാൻ അറിഞ്ഞാലല്ലേ. നിന്റെ ആഗ്രഹം നീ പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് നിന്റെ മുന്നിൽ എത്തിച്ചു തരുമായിരുന്നു. നിന്നെ അദ്ദേഹം നെഞ്ചിലാ ചുമക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹൃദയം നിലയ്ക്കുന്നതുവരെ നിനക്കൊരു ബുദ്ധിമുട്ടും വരാതെ അദ്ദേഹം നോക്കിക്കോളും മോളെ. ഇത്രയും പറഞ്ഞത് നീ അമ്മാവനെ മനസ്സിലാക്കാൻ വേണ്ടിയല്ല, നീ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാൻ പാടില്ലെന്ന് വെച്ചാണ്.